ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഈ ഒരു മുറിയിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് കേൾക്കുന്ന ചിലപ്പോൾ ഫാനിന്റെ സൗണ്ട് ഉണ്ടാവാം, ചിലപ്പോൾ 2-3 അടി അപ്പുറത്ത് നിന്നിട്ട് ആരെങ്കിലും സംസാരിക്കുന്ന ഒരു ഇതുണ്ടാവാം, അല്ലെങ്കിൽ ഒരു 10 അടിക്ക് കഴിഞ്ഞിട്ട് അവിടെ നടക്കുന്ന ഒരു ട്രാഫിക്കിന്റെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. പക്ഷെ ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നിച്ച് ഒറ്റയടിക്ക് കേൾക്കണമെന്നില്ല, ഒന്നല്ലെങ്കിൽ ഒന്നും കേൾക്കില്ല. ഈ പറയുന്ന സ്പെസിഫിക് സൗണ്ട്സ് മാത്രമായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. സോ എങ്ങനെയാണ് നിങ്ങളുടെ ഹിയറിംഗ് ലോസിന്റെ പാറ്റേൺ, എങ്ങനെയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്, എന്താണ് നിങ്ങൾ വെച്ചിരിക്കുന്ന ഡിവൈസിന്റെ സ്പെഷ്യാലിറ്റി, എല്ലാം കൂടി നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ നോർമൽ എന്ന് നമ്മൾ വിളിച്ചിരുന്ന ഹിയറിംഗ് റിസ്റ്റോർ ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ. ഇതിന് നിങ്ങൾ ചോദിച്ച പോലെ കേൾവിക്കുറവിന് എപ്പോഴും ഹിയറിംഗ് എയ്ഡ്സ് വെക്കണമെന്നല്ല, അതിൻ്റെ കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് വരുന്നത്. അതായത് നമുക്ക് വേറെ ഒരു കാരണവശാലും നിങ്ങളുടെ ഹിയറിംഗ് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു സിസ്റ്റം മാത്രമാണ് ഹിയറിംഗ് എയ്ഡ് വരുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ ഇത്ര എമൗണ്ട് ഓഫ് സിഗ്നൽ കിട്ടണം, അത്ര എമൗണ്ട് ഓഫ് സിഗ്നൽ നമുക്ക് പല ഇതിൽ കിട്ടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഹിയറിംഗ് എയ്ഡ് വെച്ച് ആ സിഗ്നൽ കറക്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ.